ഈശ്വരന്റെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ സുവിശേഷ ഭാഗ്യങ്ങളാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. നിങ്ങൾ കൊടുക്കണം, അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് നിറച്ച് അളന്ന് നിങ്ങൾക്ക് കിട്ടും, അല്ലെ? കൊടുക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനങ്ങളെ പറ്റി നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കരുത്. കാരണം എന്താണ്? കുറ്റം ആരോപിക്കരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണം നടത്തിയില്ലെങ്കിൽ ഒരാളും എന്റെ മേലും കുറ്റാരോപണം നടത്തുകയില്ല എന്നല്ല ഈശോ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മനുഷ്യർക്ക് ദാനമായിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്താൽ എനിക്ക് മനുഷ്യരിൽ നിന്ന് ദാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടും എന്നല്ല ഈശോ പറയുന്നത്. മറ്റുള്ളവരെ ഞാൻ വിധിക്കാതിരുന്നാൽ ഒരാൾ പോലും എൻ്റെ കാര്യത്തിലും എന്നെ വിധിക്കുകയില്ല എന്നല്ല ഈശോ പറയുന്നത്. മറിച്ച് മനുഷ്യരുടെ മേല് നീ ഒരു കാര്യം ചെയ്താൽ അതിനുള്ള പ്രതിഫലം ദൈവം നിനക്ക് നൽകും എന്നാണ് ഈ വചനങ്ങളോട് സൂചിപ്പിക്കുന്നത്. അതായത്, ഞാൻ മനുഷ്യരെ വിധിക്കാതിരുന്നാൽ എൻ്റെ മേല് ദൈവവും വിധി നടത്തുകയില്ല എന്നുള്ളതാണ്. അവസാന വിധിയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അതുപോലെ തന്നെ ദൈവം എന്നെയും ട്രീറ്റ് ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ഞാൻ പറയാതിരുന്നാൽ ദൈവം എൻ്റെ മേലും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വിധി നടത്തുകയില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഞാൻ ദാനം ചെയ്താൽ എനിക്ക് അതിനുള്ള പ്രതിഫലം ദൈവം നൽകും എന്നാണ് പറയുന്നത്. അതായത്, മനുഷ്യന് നീ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ദൈവം നിനക്ക് പ്രതിഫലം നൽകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതിയുള്ളവനായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ളൊരു പ്രതിഫലം ലഭിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.